ഐസൻ ജോസ്, ഇതിന്റെ നിയമവശങ്ങൾ ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെങ്തി പ്രോസസ്. സംസ്ഥാന പോലീസ് ഏജൻസിക്ക് ഇത് അന്വേഷിക്കാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വഴി, വിദേശകാര്യ മന്ത്രാലയം വഴി, CBI വഴിയൊക്കെ അവിടെ എത്തുന്നു. അവരുമായി ധാരണയുണ്ടാക്കിയിട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഒന്ന്, അതിനുള്ള പ്രൊസീജിയേഴ്സ്. രണ്ട്, ഉസ്ബെക്ക് അധികൃതർ വിജയകരമായി ഈ കേസിന്റെ അന്വേഷണവും പ്രോസിക്യൂഷനും നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ സംസ്ഥാന പോലീസിന് കേസ് ക്ലോസ് ചെയ്യാം. നിയമത്തിൽ ലൂപ്പുണ്ട്. പക്ഷേ പ്രധാനം അത് നമ്മുടെ കൂടി ഡിസ്ക്രിപ്ഷനാണ്. കൊല്ലപ്പെട്ടയാളും കൊലയാളിയും അല്ലെങ്കിൽ അക്യൂസ്ഡ്, ശരി സമ്മതിച്ചു, അയാളെ ഞാൻ കൊലയാളി എന്ന് വിളിക്കുന്നില്ല, കൊലക്കേസ് പ്രതിയും ഇന്നാട്ടുകാരായതുകൊണ്ട് അയാളുടെ പ്രതിയുടെ കസ്റ്റഡിയും അന്വേഷണവും പ്രോസിക്യൂഷനും ഭാരതത്തിൽ നടത്താൻ പ്രൊവിഷനുണ്ട്. ഐസൻ ജോസ്. പ്രദീപ്, ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ കുറ്റകൃത്യം നടന്ന പ്രദേശം ഉസ്ബെക്കിസ്ഥാനിലാണ്. ഈ കുട്ടിയുടെ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷേ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ കുറ്റകൃത്യങ്ങളുണ്ട്. ഈ കുറ്റകൃത്യത്തിൻ്റെ പിന്നിൽ കേരളത്തിൽ കുറ്റകൃത്യങ്ങളുണ്ട്. ആ കുറ്റകൃത്യങ്ങളിൽ ഒന്നാമതായി എനിക്ക് തോന്നുന്നത്, ഈ രാജ്യം ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രാഥമികമായി പഠിക്കുമ്പോൾ 79% കൂടുതൽ, 80% നമുക്ക് റൗണ്ട് ചെയ്ത് കൂട്ടാം, സുന്നി മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയാണ്. അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉള്ളൊരു രാജ്യമാണ്. നമ്മൾ അവരെ ഒന്നും അടച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരു വിദേശ രാജ്യത്തുള്ളൊരു വ്യക്തിയെ ഒന്നും നമുക്ക് പറയേണ്ടതില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു രാജ്യത്തേക്ക് ഇവിടെ നിന്നും, അതായത് ഞാൻ മനസ്സിലാക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഈ നിർബന്ധിതമായ ഒരു മതപരിവർത്തന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറേയൊക്കെ ആളുകളെ ഇന്ത്യൻ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന്, ഇന്ത്യൻ നിയമത്തിൽ അത് രാഷ്ട്രീയമായും നൈതികമായും വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അതിശക്തമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമുള്ളപ്പോൾ ഇവരെ ഇവിടെ നിന്ന് മാറ്റി, ഇത് പല സമാനമായി ഈ വിഷയത്തെക്കുറിച്ച് നിയമവിദഗ്ധരോട് സംസാരിക്കുമ്പോൾ ഒരു നിയമവിദഗ്ധൻ പറഞ്ഞത്, അബോർഷൻ ഷിപ്പ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. അതായത് ഇന്ത്യയുടെ ടെറിട്ടറി കടന്നുപോയി, അതായത് 24 നോട്ടിക്കൽ മൈലും കടന്ന്, അല്ലെങ്കിൽ 224 നോട്ടിക്കൽ മൈലും കടന്ന് ഹൈ സീയിൽ ചെന്ന് അബോർഷനുകളൊക്കെ ചെയ്യുന്ന കപ്പലുകളുണ്ട്. അത്തരത്തിൽ അത് ആ രാജ്യത്തിൻ്റെ നിയമം അവിടെ ഒട്ടും ബാധകമല്ല. ഈ രാജ്യത്തിൻ്റെ നിയമം ബാധകമല്ലാത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ഒരു ഹേവൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉസ്ബെക്കിസ്ഥാനെ കാണുന്നുണ്ടോ എന്ന ഗുരുതരമായൊരു ക്രിമിനൽ സ്വഭാവം, അല്ലെങ്കിൽ ഒരു തീവ്രവാദ ഓർഗനൈസ്ഡായ ടെറർ ആക്ടിവിറ്റി അതിൻ്റെ പിന്നിലുണ്ട്. ട്രാൻസ് ബൗണ്ടറി ടെററിസത്തിൻ്റെ ഒരു സ്വഭാവം അതിനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നൊരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ പരസ്യത്തിലൊരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് അല്ലെങ്കിൽ തങ്ങളുടെ പടം വെച്ചാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഇന്ന സ്ഥലങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ MBBS അഡ്മിഷൻ കുറേ കുട്ടികളുണ്ട്. ചെച്ചനിയിലൊക്കെയുള്ള കോളേജുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ കോളേജുകളുടെ ഹോസ്റ്റലുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി നമുക്കറിയില്ല. ഈ ലക്ഷ്യം വെച്ച് ഇവിടെ എന്തെങ്കിലും ഓർഗനൈസ്ഡായ ക്രൈമുകൾ നടക്കുന്നുണ്ടോ? കേരളത്തിൽ ഓർഗനൈസ്ഡായി ഇവിടെ നിന്നും ഇവരെ കൊണ്ടുപോയി അവിടെ നിന്ന് മതപരിവർത്തനം നടത്തി, കേരളത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ റാഡിക്കലൈസേഷന് വിധേയമാക്കി വേറെ ഏതെങ്കിലും IS-ലേക്കൊക്കെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള വിശാലമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യം. ഇവിടെ നടന്ന ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം എന്ത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അറ്റ്ലീസ്റ്റ് അവിടെ നിന്നൊരു വാട്സപ്പ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ആ മെസ്സേജിന് ഇവിടുന്ന് മറുപടി പോയിട്ടുണ്ടെങ്കിൽ, പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ക്രൈം ഇവിടെയായി, ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം ഇവിടെയായി. ഈ രണ്ട് രാജ്യങ്ങളിലും ഈ കേസ് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ നിയമവശം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഒരു അഭിഭാഷകൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് ആ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറേ കൂടി പഠിച്ച് വാർത്തയിൽ തന്നെ അത് ഉൾപ്പെടുത്താവുന്ന വിശദാംശങ്ങളോടെ നമുക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ സുപ്രീം കോടതി വിധി വായിച്ചെടുക്കാനൊക്കെ സമയമെടുക്കുമല്ലോ. ഈ സുപ്രീം കോടതി വിധി ഉൾപ്പെടെ ഈ കേസിൽ അന്വേഷണം നടത്താൻ കേരളത്തിലെ ഏജൻസികൾക്കും അതുപോലെ തന്നെ CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾക്കും സാധ്യതയുണ്ട് എന്ന അവസരം തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ചെയ്യാനുള്ളത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കുടുംബത്തിനെ കോടതിയെ സമീപിക്കാം, കുടുംബത്തിൻ്റെ പ്രധാനമന്ത്രിയെ സമീപിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സമീപിച്ചാൽ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് CBI എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ സമീപിക്കാം, ഈ അന്വേഷണം നടത്താം. അന്വേഷണത്തിൻ്റെ സാധ്യത ആരെ അന്വേഷിക്കാൻ കാണുന്നു, അന്വേഷണത്തിൻ്റെ എപ്പോൾ അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നതിനേക്കാൾ എന്താണ് അന്വേഷിക്കേണ്ടത്? അതിർത്തി കടന്നുള്ള ഭീകരത, അതെന്താണ്? അതിർത്തി കടത്തിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്താനുള്ള നീക്കം, അത് നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. കൃത്യമായി ട്രാൻസ്പോർട്ടർ ക്രൈം അവിടെ വന്നു കഴിഞ്ഞു. അന്വേഷണം നടത്താം. CBIക്ക് ഇവിടെയും അവിടെയൊക്കെ അന്വേഷണം നടത്താം. ഈ കേസിൽ അവിടെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ അന്വേഷണം ആരംഭിക്കാം. കുറ്റപത്രത്തിൻ്റെ സ്റ്റേജിലും അന്വേഷണം നടത്താം. കുറ്റപത്രത്തിന് ശേഷം എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതും നടത്താം എന്നാണ് നിയമവശം ഇതിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ രണ്ട് ധാരണകളുണ്ട്. 2000 മുതൽ
2000 മുതൽ കൃത്യമായി ഒരു ധാരണ ഉസ്ബെക്കിസ്ഥാനും ഭാരതവുമായുണ്ട്. അത് ഈ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ധാരണയുണ്ട്. 2019 ഉസ്ബെക്കിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിയപ്പോൾ കൂടുതൽ ഇത്തരം വിവരങ്ങൾ, ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെയുള്ളൊരു സാധ്യത കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നൊരു യോഗത്തിലും 2019 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ട്രാൻസ് ബോർഡർ ക്രൈമിനെ കൃത്യമായി നിയന്ത്രിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരം ക്രൈമുകളെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ ശ്രദ്ധാലുവായി ഇടപെട്ട നിരവധി വാർത്തകളുണ്ട്. നമുക്ക് തന്നെ അത് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രൈമാണ് ഈ നടന്നിരിക്കുന്ന ക്രൈം അവിടെ ഒരു പ്രത്യേക കേന്ദ്രമാക്കി, അല്ലെങ്കിൽ ഒരു പ്രത്യേക താവളമാക്കി അവിടെ കൊണ്ടുപോയി മതപരിവർത്തനമോ അല്ലെങ്കിൽ ഏത് കൃത്യം, ഭീകരതയോ മതപരിവർത്തനമോ എന്തോ ആവട്ടെ, അത് ചെയ്യുന്നതിന് ഇവിടെ ചില ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗൂഢമായ ശ്രമങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ നിൽക്കാത്ത ഗൂഢമായത്. കാരണം കേരളം അതിലൊരു വാലാണ്, വാലറ്റമാണ്. പ്രധാന അറ്റം വേറെ എവിടെയായിരിക്കും, ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയെങ്കിലും. സമയക്കുറവ് കൊണ്ടും ഞാനൊന്ന് ഇടപെടുകയാണ്. 7:21 ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വന്നത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ് ബോർഡർ ക്രൈം അല്ലെങ്കിൽ ഇത്തരം ആക്ട് എന്ന് പറയുന്നതിന് ഇവിടേക്ക് അതിന്റെ അന്വേഷണം കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരാൾ പ്രതിചേർക്കപ്പെടും. അങ്ങ് പറഞ്ഞതിന് സമാനമായി എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു സാധനം, രാജ്യാന്തര തലത്തിൽ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ളവർ അക്കരെ ഇരുന്നു കൊണ്ട് നടത്തിയ ഒരു ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ. സമാനമായി ഇവിടെ കുറെ ഹാൻഡ്ലേഴ്സ് ഇരുന്നിട്ട് അവിടേക്ക് അയച്ച ആൾക്കാരെ നിയന്ത്രിച്ച് രണ്ടിടത്തും ഹാൻഡ്ലേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു അതീവ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്ത്യ കേസെടുത്തിട്ടുണ്ട്. അതെ, കേസെടുത്തിട്ടുണ്ട് ഹാഫിസ് സയ്യിദിന്റെ. വാറണ്ട് പുറപ്പെടുവിച്ചു. അൺഎൻഡഡ് വാറണ്ട്, ഓപ്പൺ എൻഡഡ് വാറണ്ട്, അതായത് സമയപരിധിയില്ല, കാലാവധിയില്ല.